വെൽക്കം ബാക്ക് പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ പറയുന്നത് ടൊയോട്ട ഹൈലാൻഡറിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടൊയോട്ട ഹൈലാൻഡർ എന്ന് പറയുന്ന ഒരു 7 സീറ്റർ SUV ആണ്. അപ്പോൾ ആ ഒരു വാഹനം ഹൈബ്രിഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടെക്നിക്കൽ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഹൈബ്രിഡിനെ പറ്റി ഞാൻ ചെറിയൊരു എക്സ്പ്ലനേഷൻ ചെയ്യാം. ഹൈബ്രിഡ് എന്ന് പറയുമ്പം പെട്രോൾ എഞ്ചിൻ ഉണ്ടാവും, അതിൽ ഇലക്ട്രിക് മോട്ടറും ഉണ്ടാവും. ആ ഇലക്ട്രിക് മോട്ടറിനെ കറക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്ററി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഹൈബ്രിഡ്. അപ്പോൾ രണ്ടും കൂടിയുള്ള ഒരു സങ്കര ഇന്നാണ് ഈ ഒരു ഹൈബ്രിഡ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇലക്ട്രിക്കലി ആ ഒരു വാഹനം ഓടും, അതേപോലെ തന്നെ ചില സമയത്ത് പെട്രോളിലും ആ വാഹനം ഓടും. അങ്ങനെയാണ് ഇതിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് മാർക്കറ്റിൽ പ്ലഗ് ഇൻ ഹൈബ്രിഡും കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ഹൈബ്രിഡ് വാഹനം കിട്ടുന്നുണ്ട്. BMW അതേപോലെ ചില വാഹനങ്ങളൊക്കെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ സംഭവം ഇറക്കിയിട്ടുണ്ട്. അതിൽ നമുക്ക് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുകയും ചെയ്യാം ആ ഒരു വാഹനം, അതേപോലെ തന്നെ പെട്രോൾ ഒഴിച്ചിട്ട് ഓടിക്കുകയും ചെയ്യാം. അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട് ആ ഒരു വാഹനത്തിൽ. അതേപോലെ തന്നെ ആ ഒരു വാഹനം ഓട്ടോമാറ്റിക്കലി ഇലക്ട്രിക്കലിലും പെട്രോളിലൊക്കെ ആ വാഹനം ഓട്ടോമാറ്റിക്കലി ഓടും. അതേപോലെ നമുക്ക് അതിൽ ഇലക്ട്രിക്കലി ഓടിക്കാനുള്ള മോഡും ഉണ്ട്. പല മോഡുകളൊക്കെ ആ വാഹനത്തിൽ വരുന്നുണ്ട്. പെട്രോളിലും വേണമെങ്കിൽ വാഹനം ഓടിക്കുക, ഇലക്ട്രിക്കലിൽ ഓടിക്കുക, അതേപോലെ ഹൈബ്രിഡായിട്ട് ഓടിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ടൊയോട്ടൻ്റെ ഈ ഒരു വാഹനം ഹൈബ്രിഡാണ്. അപ്പോൾ അതിൽ ചാർജിങ് ഇല്ല, നമുക്ക് എക്സ്റ്റേണലി ചാർജ് ചെയ്യാൻ സാധിക്കില്ല, വെറും ഹൈബ്രിഡ് വാഹനമാണ്. ഹൈബ്രിഡ് വാഹനങ്ങളിൽ ബാറ്ററി വരുന്നുണ്ട്. ആ ബാറ്ററി ആ വാഹനം തന്നെയാണ് ആ ബാറ്ററി ചാർജ് ചെയ്യുക. നമുക്ക് എക്സ്റ്റേണലി ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ടൊയോട്ടൻ്റെ ഈ ഒരു ഹൈലാൻഡർ എന്ന് പറയുന്ന വാഹനത്തിൽ ഒരു 3 ഫേസ് ജനറേറ്റർ ഉണ്ട്. ഈ ഒരു 3 ഫേസ് ജനറേറ്റർ വാഹനം ബ്രേക്ക് പിടിക്കുന്ന സമയത്തും അതേപോലെ ഇറക്കിറങ്ങുന്ന സമയത്തൊക്കെ ശരിക്കും ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ജനറേറ്റർ നല്ല കപ്പാസിറ്റി ഉള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം ഫ്രീ ആയിട്ടാണ് ബാറ്ററി ചാർജ് ചെയ്യുന്നത്. കാരണം ഇറക്കിറങ്ങുന്ന സമയത്ത്, ബ്രേക്ക് പിടിക്കുന്ന സമയത്ത്, നമ്മൾ സ്ലോ ആക്കുന്ന സമയത്തൊക്കെ ഈ ഒരു എനർജി വേസ്റ്റ് ആവുന്നുണ്ട്. ആ വേസ്റ്റ് ആവുന്ന എനർജീനെ അവർ ഇലക്ട്രിക് വോൾട്ടേജ് ആക്കി മാറ്റിയിട്ട് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു വാഹനം ഓടുന്ന സമയത്ത് ഈ സ്റ്റോർ ചെയ്ത ബാറ്ററിയിലുള്ള വോൾട്ടേജ് ഉൽപ്പാദിപ്പിച്ചിട്ട് വേറൊരു മോട്ടർ കറങ്ങുന്നുണ്ട്. ആ ഒരു മോട്ടറിനെ കറക്കം വഴിയാണ് ഈ ഒരു വാഹനം മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ബാറ്ററി കംപ്ലീറ്റ് ഇറങ്ങി പോവുക, ഡ്രെയിനായി പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു പെട്രോൾ എഞ്ചിനിൽ വാഹനം ഓടുന്ന സമയത്ത് ഈ ഒരു 3 ഫേസ് ജനറേറ്റർ കറങ്ങിയിട്ട് ആ ബാറ്ററിനെ ചാർജ് ചെയ്യും. അങ്ങനത്തെ സംഭവമുണ്ട്. അതേപോലെ ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററിക്ക് അവർ 8 വർഷത്തോളം വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിന് അവർ പ്രത്യേകം വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഇലക്ട്രിക് മോട്ടർ, അതേപോലെ ജനറേറ്റർ, അതേപോലെ ഈ ഒരു ബാറ്ററി പാക്കിനൊക്കെ അവർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ബാറ്ററി കംപ്ലൈൻ്റ് ആവുമോ, മോട്ടർ കംപ്ലൈൻ്റ് ആവുമോ എന്ന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും ഈ ഹൈബ്രിഡ് ഒരു അടിപൊളിയാണ്. അതേപോലെ ടൊയോട്ട ഈ ഒരു ഹൈബ്രിഡ് വാഹനം ഉണ്ടാക്കുന്നതിൽ അവർ കഴിവ് തെളിയിച്ച ടീമാണ്. അവർ 10-25 വർഷമായിട്ട് ഹൈബ്രിഡ് വാഹനങ്ങളുടെ പിന്നാലെ നടക്കുന്നുണ്ട്, ഇതിൻ്റെ പല എക്സ്പെരിമെൻറ്റും ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു എൻജിനും കൺസെപ്റ്റൊക്കെയാണ് ഇപ്പോൾ വരുന്ന വാഹനങ്ങളിലൊക്കെ ടൊയോട്ട യൂസ് ചെയ്യുന്നത്. ഹൈബ്രിഡ് സംഭവം പല ടൈപ്പിൽ വരുന്നുണ്ട്. പല മാനുഫാക്ചറും പല സ്റ്റൈലിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ചില വാഹനങ്ങളിൽ ടൊയോട്ട പോലുള്ള കമ്പനികളിൽ അവർ ഒരു 3 ഫേസ് ജനറേറ്ററും അതേപോലെ തന്നെ 3 ഫേസ് മോട്ടറും യൂസ് ചെയ്യുന്നുണ്ട്. മോട്ടർ വാഹനത്തിനെ മുന്നോട്ട് ഓടാൻ വേണ്ടിയിട്ടും, അതേപോലെ 3 ഫേസ് ജനറേറ്റർ ആ വാഹനം ബ്രേക്ക് പിടിക്കുന്ന സമയത്തും സ്ലോ ആക്കുന്ന സമയത്തൊക്കെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള വോൾട്ടേജ് ഉൽപ്പാദിപ്പിക്കാനും വേണ്ടി അവർ യൂസ് ചെയ്യുന്നത്. അതേപോലെ ചില ടെസ്ല പോലത്തെ ചില വാഹനങ്ങളിൽ ഒരു മോട്ടറാണ് വരുന്നത്. ആ ഒരു മോട്ടർ കറങ്ങിയിട്ടാണ് വാഹനം മുന്നോട്ട് പോകുന്നത്. അതുകൂടാതെ തന്നെ ആ വാഹനം ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ആ മോട്ടർ തന്നെ 3 ഫേസ് ജനറേറ്ററായിട്ട് മാറുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ ബൈപോളർ ട്രാൻസിസ്റ്ററൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ എക്സ്പെൻസീവായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു ഇലക്ട്രിക് മോട്ടറിനെ അവർ 3 ഫേസ് ജനറേറ്ററാക്കി മാറ്റിയിട്ടുണ്ട്. ടെസ്ല അതേപോലത്തെ ബെൻസ് ചില വാഹനങ്ങളൊക്കെ ആ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും ലേശം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഈ ഒരു ടൊയോട്ട യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടൊയോട്ടൻ്റെ ഈ ഒരു ഹൈബ്രിഡ് ശരിക്കും ഒരു അടിപൊളി സംഭവം കേട്ടോ. അപ്പോൾ അത് നമുക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ സാധിക്കും. നല്ല ലൈഫുണ്ട്. അതേപോലെ ഈ ഗൾഫിലൊക്കെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഇത്തരം വാഹനങ്ങൾ. ഇപ്പോൾ എൻ്റെ 1-2 ഫ്രണ്ട്സ് ഈ ഒരു വാഹനത്തിൽ ടാക്സി ഡ്രൈവറായിട്ട് പോകുന്നുണ്ട്. അവരൊക്കെ ഈ ഒരു വാഹനം യൂസ് ചെയ്യുന്നത്. ആ വാഹനമൊക്കെ 24 hours റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനമാണ് ടൊയോട്ട ഹൈലാൻഡർ. നല്ല പ്രൊഡക്റ്റാണ്. അതേപോലെ നല്ല ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ പ്രൊഡക്റ്റിനൊക്കെ, നല്ല ലൈഫുണ്ട്, അതേപോലെ നല്ല മൈലേജും കിട്ടുന്നുണ്ട് ഈ ഒരു വാഹനത്തിനൊക്കെ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളെ വാഹനം ടൊയോട്ട ഹൈലാൻഡർ. അപ്പോൾ ഇതിൽ എൻജിനിൽ പല കോൺഫിഗറേഷൻ വരുന്നുണ്ട്. 2.4 ലിറ്റർ, അതേപോലെ 2.5, 3.5 ഒക്കെ എൻജിൻ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഗിയർ ബോക്സിലും 2-3 ടൈപ്പ് വരുന്നുണ്ട്. CVT ഗിയർ ബോക്സ്, പിന്നെ 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഒക്കെ വരുന്നുണ്ട്.
ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പല വേരിയൻ്റ് ആയിട്ടുള്ള വാഹനം. ഇതാണ് ഈ ഒരു ഹൈബ്രിഡ് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം. അപ്പോൾ ഇതിൽ ഓറഞ്ച് കളറിൽ കാണുന്ന ഈ ഒരു കേബിളൊക്കെ ഹൈ വോൾട്ടേജ് കേബിൾ കേട്ടോ, അതൊന്നും പോയി തൊടാൻ പാടില്ല, ഷോക്ക് അടിക്കും. ഇവിടെ ഇതിൻ്റെ പെട്രോൾ എഞ്ചിൻ കാണാം. ഈ ഒരു പെട്രോൾ എഞ്ചിൻ ചില സമയത്ത് ഓഫാവും, പിന്നെ ഇലക്ട്രിക് മോട്ടറിൽ ഈ ഒരു വാഹനം ഓടും. അതുകൊണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ AC കംപ്രസറൊക്കെ ഇതിൽ വരുന്ന AC കംപ്രസറിന് ബെൽറ്റോ അതേപോലെ തന്നെ ക്ലച്ചൊന്നും വരുന്നില്ല. ഇതൊക്കെ ഹൈ വോൾട്ടേജ് മോട്ടർ വഴിയാണ് കറങ്ങുന്ന AC കംപ്രസറൊക്കെ. കാരണം ഈ ഒരു പെട്രോൾ എഞ്ചിൻ ഓഫായി കഴിഞ്ഞാലും ഈ ഒരു വാഹനത്തിനകത്ത് AC കൂളാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടെക്നോളജിയൊക്കെ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു ഇൻവെർട്ടറൊക്കെ കാണാം, ഈ വലിയൊരു ബോക്സൊക്കെ ഇൻവെർട്ടർ അവിടെ കാണുന്ന സംഭവങ്ങൾ, ഇതിൻ്റെ മോട്ടറിനെ കറക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ്. AC-നെ DC ആക്കാനും DC-നെ AC ആക്കാനുള്ള കുറേ സംഭവങ്ങളൊക്കെ ഈ വാഹനത്തിലുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ടെക്നിക്കലി നോളജ് ഇല്ലാത്ത ആൾക്കാർ ഇതിൻ്റെ ബോണറ്റ് തുറക്കാനൊന്നും പാടില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ എൻജിൻ റൂം വാഷ് ചെയ്യാനൊന്നും പാടില്ല. ഇത് ഹൈ വോൾട്ടേജ് സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ലേശം കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം. ഈ ഒരു വാഹനം ഇനീഷ്യലി നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഇതിൻ്റെ പെട്രോൾ എഞ്ചിൻ വർക്കില്ല, ഇലക്ട്രിക്കലിയാണ് ഈ ഒരു വാഹനം സ്റ്റാർട്ടാവുകയും ഓടുകയൊക്കെ ചെയ്യുക. പിന്നെ ഒരു 10-25 കിലോമീറ്റർ കഴിഞ്ഞാലൊക്കെയാണ് ഇതിൻ്റെ പെട്രോൾ എഞ്ചിൻ മെല്ലെ സ്റ്റാർട്ടാവും. ഇത് സ്റ്റാർട്ടാവുന്നതൊന്നും നമ്മൾ അറിയില്ല, പെട്രോൾ എഞ്ചിൻ സ്റ്റാർട്ടാവുന്ന സംഭവങ്ങളൊന്നും നമ്മൾ അറിയില്ല. കാരണം ഇതിന് സ്റ്റാർട്ടിങ് മോട്ടറൊന്നുമില്ല. അങ്ങനത്തെ ഒരു സിസ്റ്റങ്ങളൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നവർ. ബെൻസ് അതേപോലെ തന്നെ ചില വാഹനങ്ങളിലൊന്നും ഈ ഒരു സ്റ്റാർട്ടിംഗ് മോട്ടർ വരുന്നില്ല അത്തരം ഹൈബ്രിഡ് വാഹനങ്ങളിൽ. കാരണം അതിലുള്ള ആ ഒരു വലിയൊരു ഇലക്ട്രിക് മോട്ടർ തന്നെയാണ് ഈ ഒരു എഞ്ചിനെ കറക്കുന്നത് സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മീറ്റർ പാനലാണ് കാണുന്നത്. ഇവിടെ ഇതിൻ്റെ ബാറ്ററീൻ്റെ ചാർജ് കാണിക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു വാഹനം ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ചാർജ് ആവുന്ന സംഭവങ്ങളൊക്കെ ഇതിൽ കാണിക്കും. ബാറ്ററി ചാർജ് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫുൾ ടാങ്കിൽ, ഇതിൽ ഫുൾ ടാങ്ക് പെട്രോളാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു ഫുൾ ടാങ്കിൽ ഇതിൽ 968 കിലോമീറ്റർ കാണിക്കുന്നു. വാഹനത്തിൽ 968 കാണിക്കുന്നുണ്ട് ഇതിൻ്റെ റേഞ്ച്. അപ്പോൾ ഇതിൽ ഫുൾ ടാങ്ക് പെട്രോളാണ്. കമ്പനി ഈ ഒരു വാഹനത്തിന് 19 പറയുന്നുണ്ട് മിനിമം മൈലേജ്. എന്നിരുന്നാലും ഇതിനൊരു 22-25 ഒക്കെ മൈലേജ് ലഭിക്കുന്നുണ്ട്. ഹൈവേയിൽ നല്ല മൈലേജ് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ വാഹനം യൂസ് ചെയ്യുന്ന പോലെയാണ്. ഇപ്പോൾ ബ്രേക്ക് അടിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ബാറ്ററി ചാർജ് ആകും ഓട്ടോമാറ്റിക്. ഈ മീറ്റർ പാനലൊക്കെ വളരെ സിമ്പിളായിട്ടോ അവർ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബാറ്ററീൻ്റെ ചാർജും അതേപോലെ തന്നെ ബാറ്ററി ചാർജ് ആകുന്നതും ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു മീറ്റർ പാനലിൽ. അതുകൂടാതെ ഒരുപാട് കമ്പനികൾ ഈ ഒരു ഹൈബ്രിഡ് വാഹനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ല ചോയ്സ് ഈ ഒരു ടൊയോട്ടൻ്റെ വാഹനങ്ങളാണ്. ടൊയോട്ട ഒന്നുകൂടി നല്ല ക്വാളിറ്റിയുള്ള ഹൈബ്രിഡ് പ്രൊഡക്റ്റ് സംഭവങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ ഇവിടെ കാണാം. ഇതിൽ മാപ്പ് സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങൾ. അതേപോലെ തന്നെ അതിന് EV മോഡൊക്കെ ഉണ്ട്. EV മോഡിൻ്റെ സ്വിച്ചൊക്കെ ഉണ്ട്. പാർക്ക് ബ്രേക്കിൻ്റെ ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക്, ഓട്ടോമാറ്റിക് ഗിയർ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ളൊരു സംഭവമാണ്. ഹൈബ്രിഡ് വാഹനങ്ങൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗ്രില്ല് ഈ ഒരു ലോഗോൻ്റെ മേലെ ഒരു നീല കളർ കൊടുത്തിട്ടുണ്ട്. അത് ഹൈബ്രിഡ് വാഹനങ്ങൾക്കാണ് ഈ ഒരു സംഭവം വരുന്നത്. അതുകൂടാതെ അതിൻ്റെ സൈഡിലൊക്കെ ബാഡ്ജിങ് ഉണ്ട് ഈ ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ട്. ഹൈബ്രിഡിൽ ഹൈ വോൾട്ടേജ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും കെയർ ചെയ്യണം. മെക്കാനിക്ക് അതേപോലെ റിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ റിയറിലെ സീറ്റാണ്. റിയറിലും നല്ല സൗകര്യമുണ്ട്. നല്ല ഒരു 3 പാസഞ്ചർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ റിയറിലും 3rd റോ സീറ്റ് വരുന്നുണ്ട്. 7 സീറ്ററാണ്. ഇത്രയും വലിയ ഹെവി ആയിട്ടുള്ളൊരു വാഹനത്തിന് എത്ര മൈലേജ് ലഭിക്കുക പറഞ്ഞാൽ ശരിക്കും ഒരു അത്ഭുതമാണ്. ഹൈബ്രിഡ് സിസ്റ്റത്തിനൊക്കെ അവർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 8 വർഷത്തോളം വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാഹനം വാങ്ങിക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ ചോദിച്ച് കൺഫേം ചെയ്യുക. അതിൻ്റെ ബാറ്ററി പാക്ക്, അതിൻ്റെ മൊഡ്യൂൾ, ഇൻവെർട്ടർ, അതേപോലെ തന്നെ അതിൻ്റെ മോട്ടർ, അതേപോലെ അതിൻ്റെ ജനറേറ്റർ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനൊക്കെ വാറണ്ടി കറക്റ്റ് ലഭിക്കുമോ എന്ന് ശരിക്കും അന്വേഷിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിനെ പറ്റി ഒരു എക്സ്പ്ലനേഷൻ ചെയ്യുന്നുണ്ട്.